ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മമ്മി, എന്താ പറ്റിയേ? കാർ എടുത്തേ, നമുക്ക് ഇപ്പൊ തന്നെ കളരിക്കലേക്ക് പോണം. എന്തിനാ? ആ കൃഷ്ണയെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. അവൾ എന്നെ ചതിച്ചു. എല്ലാ കാര്യങ്ങളും അവള് നവീനോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് എന്റെ നവീനെ അവള് സ്വന്തമാക്കി. മാഡം എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ ഞാനൊരു തീരുമാനം എടുക്കുക. എന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയില് എന്നോടൊപ്പം ഈ കൃഷ്ണ മതി. ഞാനോ? ഒരു ഗതിയുമില്ലാത്ത. അത് പണത്തിന്റെ കണക്കാണ്. പക്ഷേ നിനക്ക് മനസ്സ് നിറച്ച സ്നേഹമുണ്ട്. എല്ലാരിടത്തും മാന്യമായിട്ട് പെരുമാറാൻ നിനക്കറിയാം, ബഹുമാനിക്കാനറിയാം. അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. കളരിക്കൽ തറവാടിന് ഒരു യോജിച്ച മരുമകളുണ്ടെങ്കിൽ, നവീന് യോജിച്ചൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാണ് കൃഷ്ണ. നവീൻ, ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. മോളെ മോളെ മോളെ, എന്താ എന്താ മമ്മി, എന്താ പറ്റിയേ? കാർ എടുത്തേ, നമുക്ക് ഇപ്പൊ തന്നെ കളരിക്കലേക്ക് പോണം. എന്തിനാ? ആ കൃഷ്ണയെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. അവൾ എന്നെ ചതിച്ചു. എല്ലാ കാര്യങ്ങളും അവള് നവീനോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് എന്റെ നവീനെ അവള് സ്വന്തമാക്കി. മാഡം എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ ആരാ മാഡത്തോട് പറഞ്ഞേ? അത് പിന്നെ സ്വപ്നം കണ്ടതായിരിക്കും അല്ലേ? എന്നിട്ട് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചാണ് ഈ ബഹളമൊക്കെ. മമ്മി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. എനിക്ക് ഇപ്പൊ തന്നെ അവളെ കാണണം. അവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞയക്കണം. സർപ്പശാപം എന്ത് ശാപം കൊണ്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. എനിക്ക് നവീന്റെ കൂടെ നിൽക്കണം. ഈ ഭ്രാന്തൊക്കെ പറയുന്നത് പലവട്ടം വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. മനസ്സിൽ ഓരോന്ന് സങ്കല്പിക്കുക, അതിനനുസരിച്ചുള്ള കാഴ്ചകളൊക്കെ കാണുക, എന്നിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോന്ന്. മാഡം, മമ്മി എല്ലാം സംസാരിച്ചല്ലേ? വ്രതം എടുക്കാൻ കൃഷ്ണ പോകാൻ മാഡം തന്നെയല്ലേ തീരുമാനിച്ച്? എന്നിട്ടിപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മമ്മിയെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാന്ന് വെച്ചാ സിരിച്ചിട്ടേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇനി വിളിച്ചു പറയാനായിട്ട് നിക്കണ്ട കഥ.
നാളെ രാവിലെ കൃഷ്ണവ്രതം തുടങ്ങും. 41 ദിവസത്തെ വ്രതം അവൾ പൂർത്തിയാക്കും. അതിനിടയിൽ അവക്ക് എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. 41 ദിവസത്തിന്റെ ഉള്ളില് ശാപത്തിന്റെ പേരില് പാമ്പ് അവളെ കടിച്ചു കൊന്നില്ലെങ്കിൽ അവളെ ഞാൻ കൊല്ലും. മമ്മി നോക്കിക്കോ. ഗാഥ, നിനക്ക് വേണ്ടി എല്ലാം മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരു പെണ്ണവള്. അപ്പൊ ചത്തുപോന്നൊന്നും പറയണ്ട. നിനക്ക് ജീവിച്ച പോരെ? ഈ പൂജാരിക്ക് 41 ദിവസവും ഇവിടെ തന്നെ പൂജ മതിയെന്ന് പറയായിരുന്നില്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും പാമ്പ് കുത്തി ചത്തേനെ. ശാപമേൽക്കാൻ 24 മണിക്കൂറൊന്നും ഇവിടെ ഇരിക്കണമെന്നൊന്നുമില്ല. അതിന്റെ ഒരു സമയമുണ്ട് മോളെ. അമ്മയും മോളും അവിടെ വെറുതെ നിക്കണമെന്നില്ല. കുടുംബത്തിന് വേണ്ടിയുള്ള ചടങ്ങ് ഇവിടെ നടക്കാൻ പോണത്. എന്തെങ്കിലും ഒന്ന് കൈ എനിക്ക് ചെയ്താ അതിന്റെ ഗുണമേ ഉണ്ടാവൂ. ഓ, ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല അമ്മേ. ഓ, ഇടപെട്ട് കഴിഞ്ഞാ പിന്നെ അതിലും വലിയ കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഗാഥമോൾ ഇന്നു മുതൽ 41 ദിവസത്തെ വ്രതം തുടങ്ങുകയാണ്. വ്രതം എടുക്കുന്നത് ഗാഥമോള് മാത്രമാണെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരും മനസ്സുകൊണ്ട് അതിന്റെ കൂടെ ഉണ്ടാവണം. അതിന് വിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നും വന്നാ അതിന്റെ ശിക്ഷ ചെറുതായിരിക്കില്ല. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം, അവള് ചാവാൻ പോകുന്നതിന് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്തിനാ? ഈറനണിഞ്ഞ് ഒരുപാട് നേരം നിക്കണ്ട കുട്ടി. നാഗത്തറ വലം വെച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പൂജാമുറിയിലേക്ക് നമുക്ക് പോവാം.